പിന്നെ അങ്ങോട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാണ്ടാവാണ്. ഇത്ര നാൾ അവര് വീണെങ്കിലും എണീറ്റ് നിൽക്കാൻ ശ്രമിച്ച്. യുവാക്കളിൽ 46% ആൾക്കാരും മാനസിക പ്രശ്നങ്ങൾക്ക് അടിമകളാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. നമ്മൾ ലൈഫിനെ ആസ്വദിക്കാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് ഇപ്പം ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനോടൊരു മനുഷ്യരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും റോബോട്ടിനെ പോലെ ആയി. TV ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഉണ്ടായിരുന്നില്ല, ഇന്റർനെറ്റ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പേപ്പർ വായിക്കാൻ പോലും ആൾക്കാരില്ല. വ്യത്യാസമുണ്ട്. ആ ജനറേഷനും ഈ ജനറേഷനും നല്ല വ്യത്യാസമുണ്ട്. മൈൻഡ് ഇതൊക്കെ ഓക്കെ ആവാൻ എക്സസൈസ് വേണം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ അത് കുറവാണ്. ഇപ്പൊ ജിമ്മിൽ പോണ ടൈം ഉണ്ടെങ്കിൽ അത് 1 മണിക്കൂർ ഓക്കെയാണ്. പക്ഷെ അതിനും സമയം കിട്ടാത്തവരുണ്ട്. ആ സമയം കഴിയുമ്പോൾ പിന്നെ അവർക്ക് റെസ്റ്റ് എടുക്കണമെന്നാണ് തോന്നുന്നത്. അവർ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റേക്കി മാസ്റ്റർ ടീച്ചർ ആയിട്ടുള്ള ഗ്രീഷ്മ മാമാണ്. നമസ്കാരം മാം. റേക്കി ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. റേക്കി പറഞ്ഞു തരാനും അല്ലെങ്കിൽ എങ്ങനെയാണ് റേക്കി ഓരോ ആളുകളിലും അതിൻ്റെ അത്ഭുത ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മാം അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ കുട്ടികളിൽ അല്ലെങ്കിൽ യുവാക്കളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവരിലുണ്ടാകുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ ട്രോമാസ്, ഇതാണ് മാം കൂടുതലും ഹീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് കൂടുതലും അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുതിർന്നവർ, ഇപ്പം ഞാൻ തന്നെ എടുക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കാം. അവർ ചെറുപ്പകാലം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞൊരു സ്റ്റേജിലെത്തുമ്പം ഓക്കെ, എന്നിട്ടെങ്കിൽ ഫാമിലി ലൈഫിലേക്ക് കയറുമ്പോഴായിരിക്കും, അതല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഫാമിലി ലൈഫിലേക്ക് എത്തി കുറേ വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഏജ് എത്തുമ്പം ആണ് അവർ ആലോചിക്കുന്നത് എന്തിനാണ് ഇത്, എന്തിനാന്നുള്ളത്. അതായത് അവർ ഇത്രയും സഫർ ചെയ്യുന്നുണ്ട്, ഇത്രയും പെയിൻ കൊണ്ട് നടക്കുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും ഒരു എന്താ പറയാ മടുപ്പ്. അതായത് എന്ത് ചെയ്താലും ഒരു എന്താ പറയാ കംപ്ലീറ്റ് അല്ല എന്നുള്ളൊരു തോന്നലും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് എല്ലാവരും വരുന്നത്. ഹീലിങ്ങിനായാലും ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പം, അതായത് അവർക്ക് പിന്നെ അങ്ങോട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാണ്ടാവാണ്. ഇത്ര നാൾ അവർ വീണെങ്കിലും എണീറ്റ് നിൽക്കാൻ ശ്രമിച്ച് ഇഴഞ്ഞായാലും പോകുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് അതിനും പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം വരുമ്പം ഹീലിംഗ് എടുക്കുമ്പം അവർക്ക് നോക്കുമ്പോൾ ഈ എന്താ പറയുക കുട്ടിക്കാലം തൊട്ടുള്ള ട്രോമാസ് അവരിലുണ്ട്. ഓക്കെ, ഒരു കുട്ടി ജനിക്കുമ്പം ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണ് ജനിക്കുന്നത്. ഓക്കെ, നമ്മളല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ളവർ, നമ്മുടെ സിറ്റുവേഷൻസ് അവർക്ക് ബാരിയേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ലിമിറ്റേഷൻസ്. നിനക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, നീ ഇത്ര ചെയ്താൽ മതി, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത് ഈ ചുറ്റുള്ളവരാണ്. അവർക്കറിയില്ല, കുട്ടികൾക്കറിയോ ഭയങ്കര ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും അവർക്കറിയില്ല. നമ്മളല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അപ്പം പക്ഷേ മുതിർന്നവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടെത്തുമ്പം അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. അപ്പം അവരെ ഹീൽ ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. ഈ ട്രോമാസൊക്കെ പോകണം, അവർ ഫ്രീ ആയിട്ട് വരണം. അവർ കുറേ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം, നിനക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ വേദനകൾ ഒക്കെ അവരുടെ മൈൻഡിൽ കിടക്കുക. അപ്പോൾ അവർ എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഹീലായിട്ട് വേണം അവർ ഫ്രീ ആവണമെങ്കിൽ. അപ്പോൾ ഞാൻ കുട്ടികളെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അവരിപ്പം വന്നിട്ടേ ഉള്ളൂ, കുറച്ച് നാളുകൾ ആയിട്ടുള്ളൂ. അപ്പം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലേക്ക് കുത്തി കയറ്റിയത് വിഷത്തിൻ്റെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. എനിക്കൊന്ന് പുതിയ കണക്കനുസരിച്ച് പറയുന്നത് ഏകദേശം 46% ആൾക്കാരിൽ, അത് യുവാക്കളിൽ 46% ആൾക്കാരും മാനസിക പ്രശ്നങ്ങൾക്ക് അടിമകളാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. ഇപ്പം എനിക്കൊന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാണാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷ്ണപ്രഭ ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെയാണ്, പഴയ വട്ടിനെ ഇപ്പം അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഇന്റർവ്യൂവിലോ പറഞ്ഞതാണ്. അതിപ്പം കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചിരിച്ചു തള്ളി കളയേണ്ടതല്ല ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭ്രാന്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ചിന്തകൾ. അതൊരു മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പം ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം റേക്കി കൊണ്ട് പറ്റുമോ?
കോഴ്സ് ഉണ്ട്, അസലായിട്ടുണ്ട്. എനിക്കാണ് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഹീലിംഗ് കൊടുത്താൽ അവർക്ക് ഭയങ്കര വ്യത്യാസം വരും. ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ ആസ്വദിക്കാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് ഇപ്പം ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനോടൊരു ഇത് തോന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ തോന്നില്ല, അത് ആസ്വദിക്കാൻ തോന്നില്ല. അതായത് ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഉറക്കമില്ല. അതായത് എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കിടക്കാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ് തോന്നുന്നത് ഈ സമയത്തുള്ള. അതായത് ഇപ്പം എൻ്റെ ഒരു പ്രായത്തിൽ, എനിക്കിപ്പോൾ 25-26 വയസ്സുണ്ട്. അപ്പം ഈ ഒരു പ്രായത്തിലുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയവുമായി ഇത് കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെക്കാളും മുതിർന്ന ആളുകൾ, അവരെല്ലാം ഈ ഒരു വിഷയത്തിലൂടെയാണ് എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പം അവർക്ക് അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അവരെന്താണ് ചെയ്യേണ്ടത്? അവരുടെ മൈൻഡ് സെറ്റ്, അതായത് എന്തിനെന്നുള്ള ചോദ്യമല്ല, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കണം. അപ്പം എല്ലാതും ലൈഫിൽ ഫുള്ളായിട്ട് പോസിറ്റീവ് നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ നടക്കുന്നതിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട്, നല്ലത് എടുക്കാനുണ്ട്. ഓക്കെ, അപ്പം ലൈഫ് ഫുള്ളായിട്ട് എന്താ പറയുക ഹാപ്പിനെസ് ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താ പറയുക, സങ്കടം ഉണ്ടാവും. പക്ഷെ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം. അത് കൊണ്ട് നടക്കരുത്. കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ ലൈഫ് എൻ്റെ പകുതി ഭാഗവും അല്ലെങ്കിൽ 3/4 ഭാഗം അതിൽ പോകും. അല്ല, ഇതിനകത്ത് ഈ രക്ഷകർത്താക്കൾ പറയുന്നത്, ഇപ്പം മക്കളോടാണെങ്കിൽ പോലും പറയുന്നത്, നിനക്കൊക്കെ ഇത്രയും സുഖ സൗകര്യങ്ങൾ തരുന്നുണ്ടാ നീയൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്, അല്ലെങ്കിൽ നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ലേ? സുഖസൗകര്യം കൂടിയത് മാത്രമല്ല, സുഖസൗകര്യം കൂടിയെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്നത് ഓക്കെ, പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്. ആണോ? അല്ല. പണ്ട് ഇപ്പൊ കറണ്ട് ആയാലും എന്തായാലും എല്ലാ വീട്ടുകളിലും ഉണ്ടായിരുന്നില്ല, TV ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ പലതും, ഇന്റർനെറ്റ്, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പേപ്പർ വായിക്കാൻ പോലും ആൾക്കാരില്ല. വ്യത്യാസമുണ്ട്. ആ ജനറേഷനും ഈ ജനറേഷനും നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഈ ജനറേഷനിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പം അവർക്ക് അത് കിട്ടിയോണ്ടല്ല ഇതാവുന്നത്. പക്ഷേ നമുക്ക് പുറത്തിറങ്ങി കമ്മ്യൂണിക്കേഷൻ കുറവാണ്, എല്ലാം ഫോൺ ത്രൂ ആണ്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫോണിൽ ഒട്ടുമിക്കവരും ഒന്ന് പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞാൽ, ഇപ്പം അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ എവിടെ ചെന്ന് നോക്കിയാൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നത് ഭയങ്കര റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഈ മൊബൈലിൽ കുത്തിപ്പിടിച്ചിരിക്കുക. സത്യം. ഓക്കെ, നമുക്ക് മൈൻഡ് അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആവാൻ എക്സസൈസ് വേണം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഇപ്പം അത് കുറവാണ്. ഇപ്പം ജിമ്മിൽ പോണ ടൈം ഉണ്ടെങ്കിൽ അത് 1 മണിക്കൂർ ഓക്കെയാണ്. പക്ഷെ അതിനും സമയം കിട്ടാത്തവരുണ്ട്. ഓക്കെ, അതായത് ഈ 2 അറ്റം കൂട്ടിമുട്ടിക്ക് ഓടുന്നു എന്നാണ് പറയുന്നത്. മടി. അത് ആ സമയം കഴിയുമ്പോൾ പിന്നെ അവർക്ക് റെസ്റ്റ് എടുക്കണം എന്നാണ് തോന്നുന്നത്. അവർ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ദിവസം ഒരു 20 മിനിറ്റെങ്കിലും നമ്മളൊരു എക്സസൈസിനോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നത്തെ കാലം ഇന്നത്തെ കാലം നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അന്ന് ഈ പാരൻസിന് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അവര് നമ്മളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ മൊബൈൽ, ഇന്റർനെറ്റ് അങ്ങനെയുള്ളതിലാണ്. അതായത് ഈസി ആണ്, എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, ഒരു എന്താ പറയാ, അപ്പം പാരൻസിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, ഇവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു വേൾഡിലാണ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ വേണം. എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ഇമോഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിൽ ഇടപെടാനോ ഇമോഷൻസിന് ഒരു വിലയോ നൽകാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് അവർ ശ്രമിക്കുന്നില്ല. കോവിഡിനൊക്കെ ശേഷമായിരിക്കാം അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യർ ഇനി ആരുമില്ലെങ്കിലും തങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഒരു 4 മൂലയ്ക്കുള്ളിൽ 1 വർഷം അവർ ജീവിച്ച ആളുകളാണ്. അപ്പൊ എനിക്കൊന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കത്തില്ല അവര് ഈ രീതിയിലേക്ക് ഇമോഷൻസ് ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം ഒന്നും പറയണ്ട, ഈ നമുക്ക് ഈ എന്താ പറയാ, ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന കാര്യങ്ങളൊക്കെ ഈസിയാണ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ നേരിട്ട് സംസാരിക്കുന്നതും ഫോണിലൂടെ ചാറ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇല്ലേ? ഒരു എനർജിയാണ് ഇവിടെ.
വരുന്നത്. ചാറ്റ് ചെയ്യുമ്പം ഫേസ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വേർഡ്സ് ആണ്, ഇമോഷൻസും പോകുന്നില്ല, ഇമോഷൻസും ഇല്ല. അപ്പുറത്ത് ഇരിക്കുന്ന ആള് സങ്കടപ്പെട്ടിട്ടാണോ മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണോ മെസ്സേജ് അയക്കുന്നതിന് ഇമോജി വേണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർ ചിരിക്കുകയാണോ അതോ കരയാണോ. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇപ്പം. അപ്പം മനുഷ്യരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും റോബോട്ടിനെ പോലെ ആയി നമ്മൾ. ശരിക്കും ഇമോഷൻസ് ഇല്ല. അവർക്കുണ്ടോ ഇമോഷൻസ്? ഇല്ല. അതുപോലെയാണ് നമ്മൾ. അതായത് ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നേരെ ഓഫീസിൽ പോവുക. അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഇപ്പം അതിരാവിലെ സ്കൂളിൽ തുടങ്ങി അവർ ഫുൾ പാക്ക്ഡ് ആണ്. സ്കൂള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെത്തി, ഇനി ട്യൂഷൻ. ഇപ്പോൾ ട്യൂഷൻ ഉണ്ട്, കഴിഞ്ഞു. കുട്ടികൾക്ക് കളിക്കാൻ സമയമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ജനറേഷനും മാറി, നമ്മൾക്കുള്ള ആക്സസിബിലിറ്റി കൂടുതലാണ് പല കാര്യങ്ങൾക്കും. അതിനനുസരിച്ച് പക്ഷെ നമ്മൾ സമയം കണ്ടെത്തണം. പണ്ട് കറണ്ട് പോവുമായിരുന്നു, ഇപ്പം കറണ്ട് പോവില്ല ഓർത്തില്ലോ. പ്രയമായിട്ട് എല്ലായിടത്തും പോയാലുള്ളൂ. അപ്പം ഈ കറണ്ട് പോകുന്ന സമയത്താണ് വീട്ടിലുള്ളവരൊക്കെ സംസാരിക്കുക. അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് ഇപ്പം ഇല്ല. അറ്റ്ലീസ്റ്റ് ആ സമയമെങ്കിലും ഒരു അരമണിക്കൂർ കറണ്ട് കട്ട്, പവർ കട്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയം വീട്ടിലുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. വീട്ടിലുള്ളവർ വരെ ഇപ്പം പുറത്തിരുന്നു കൊണ്ട് മകനെ അല്ലെങ്കിൽ മകളെ വിളിക്കും, ഫോണിൽ ഭക്ഷണമായിട്ടുണ്ട് വായോ, അങ്ങനത്തെ ഒരു ഇതായി. അപ്പൊ ഇമോഷൻസ് ഇല്ല ഇവിടെ. അവർക്ക് കിട്ടണം എല്ലാതും നേരിട്ട് കിട്ടുന്നു, എല്ലാ ആവശ്യങ്ങളൊക്കെ നേരെ. ഇപ്പൊ എന്താ പറയാ, ഫുഡ് വീട്ടിലെത്തുന്നു, നമ്മൾക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ് വീട്ടിലെത്തുന്നു. എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒന്നുമില്ല. നമുക്ക് എന്താ ഫേർട്ടുള്ളത്? ആകെ വേണ്ടത് മണിയാണ്. അതിൻ്റെ പിന്നാലെ ആളുകൾ ഓടുന്നത്. അപ്പം അതിൻ്റെ പിന്നാലെ ഓടുമ്പം ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം വേണം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ ഫാമിലി ആയിട്ടൊരു എന്താ പറയുക, ഒരു ട്രിപ്പ് അല്ലെങ്കിൽ കുറച്ച് സമയം ചിലവഴിക്കുക കുട്ടികളായിട്ട്. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളിൽ പലരും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരും.